പരിശുദ്ധ ഖുർആൻ ഓർമ്മപ്പെടുത്തുന്നുണ്ട്, അത് അഫ്ലഹൽ മുഅ്മിനൂൻ, തീർച്ചയായും മുഅ്മിനീങ്ങൾ വിജയിച്ചിരിക്കുന്നു എന്നതാണ് അതിൻ്റെ അർത്ഥം. സ്വാഭാവികമായും ഇനി നമ്മൾ മനസ്സിലാക്കേണ്ടത് ആരാണ് ഈ വിജയിച്ചവരിലുള്ള മുഅ്മിൻ എന്നുള്ളതാണ്. ധാരാളം വിശദീകരണങ്ങൾ അതുമായി ബന്ധപ്പെട്ട് മുഫസ്സിറുകൾ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. അതിൽ നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് എത്രത്തോളം ഇസ്ലാമിനെ ജീവൻ്റെ ഉള്ളിലോട്ട് അടുപ്പിച്ചു വച്ചിട്ടുണ്ടോ ആ രൂപത്തിലുള്ള മുഅ്മിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത്. മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു ഇസ്ലാമിൻ്റെ ആദ്യകാലത്ത് മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടൊപ്പം കൂടുതൽ വിശ്വസിച്ച മഹാനാണ് സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു തആല അൻഹു. ഒരു ദിവസം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും സിദ്ദീഖ് തങ്ങളും കുറച്ച് സ്വഹാബത്ത് എന്ന് വെച്ചാൽ വിരലിൽ ഉണ്ടാവുന്ന എണ്ണം മാത്രമേ അന്ന് സ്വഹാബത്തുള്ളൂ. ഇന്ന് ലോക ജനസംഖ്യയുടെ 24% മുസ്ലിമീങ്ങളാണ്. അന്ന് വളരെ ചുരുങ്ങിയ ആളുകൾ മാത്രം. അങ്ങനെ നിൽക്കുമ്പോൾ അവിടെ ഉത്ബത്തുണ്ട്, ഷൈബത്തുണ്ട്, അബൂജഹലുണ്ട്, മക്കയിലുള്ള പ്രമുഖരായ വലിയ മല്ലന്മാരൊക്കെ അവിടെ നിൽക്കുന്നുണ്ട്. ആ സമയത്ത് സിദ്ദീഖ് തങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് വന്ന് പറയുന്നുണ്ട്, യാ റസൂലല്ലാഹ്, നമ്മുടെ പരിശുദ്ധമായ ദീനിനെക്കുറിച്ച് ഞാനൊന്ന് സംസാരിച്ചോട്ടെ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മറുപടി, ഇന്ന ഖലീലുൻ യാ അബൂബക്കർ, നമ്മൾ വളരെ കുറഞ്ഞ ആളുകളല്ലേ ഉള്ളൂ അബൂബക്കർ എന്നാണ്. സിദ്ദീഖ് തങ്ങൾ തിരിച്ചു ചോദിക്കുകയാണ്, എത്ര കാലം നബിയെ, എത്ര കാലം നമ്മളിങ്ങനെ മൗനം പാലിക്കും? നമ്മൾ ഇസ്ലാം വിശ്വസിച്ച ആളുകളാണല്ലോ, അഭിമാനത്തിൻ്റെ മതമാണല്ലോ, എത്ര കാലം നമ്മൾ മിണ്ടാതിരിക്കും? വീണ്ടും നിർബന്ധിച്ചപ്പോഴും മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സമ്മതം കൊടുത്തില്ല. അങ്ങനെ വീണ്ടും ചോദിച്ചു. ഒടുവിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സമ്മതം കൊടുത്തു. അതിൻ്റെ മുമ്പ് എല്ലാവരും അവരുടേതായ കുടുംബങ്ങളുടെ ഇടയിലേക്ക് അവരെല്ലാവരും ചെന്നിരുന്നു. അറബികൾ കുടുംബത്തിന് വലിയ പ്രാധാന്യം കൊടുക്കുന്ന ആളുകളാണ്. എന്തിനാണ് അങ്ങനെ എല്ലാ ആളുകളും അവരുടെ കുടുംബത്തിൻ്റെ ഇടയിലേക്ക് ചെന്നിരുന്നത്? ഒരു ആക്രമണം നടക്കുമെന്നവർക്കറിയാം. അങ്ങനെ നടക്കുന്ന സമയത്ത് വലിയ രൂപത്തിലുള്ള ആക്രമണങ്ങൾ ഏറ്റുവാങ്ങാതിരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു തന്ത്രം പ്രയോഗിച്ചതാണ്. സിദ്ദീഖ് തങ്ങൾ എഴുന്നേറ്റ് നിന്നു. നിങ്ങൾ ആരാധിക്കുന്ന ദൈവം യഥാർത്ഥ ദൈവമല്ല, നിങ്ങൾ ഏക ഇലാഹായ അള്ളാഹുവിൽ വിശ്വസിക്കണം എന്ന് സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു. ഈ സമയത്ത് എതിർപക്ഷത്തിൽ നിന്ന് ഒരു മനുഷ്യൻ എഴുന്നേറ്റ് വന്നു. അയാളുടെ കയ്യിലുണ്ടായിരുന്ന 2 ചെരുപ്പുകൾ കൂട്ടിവെച്ചു. എന്നിട്ട് സിദ്ദീഖ് റളിയല്ലാഹുവിൻ്റെ മുഖത്തേക്ക് ആഞ്ഞൊരടിയാണ്. ആ അടിയിൽ സിദ്ദീഖ് തങ്ങൾ നിലംപതിച്ച് വീണുപോയി. സിദ്ദീഖ് റളിയല്ലാഹുവിൻ്റെ മൂക്കേതാണ് ചുണ്ടേതാണ് എന്ന് തിരിച്ചറിയാൻ പറ്റാത്ത രൂപത്തിൽ അവിടുത്തെ മൂക്കും ചുണ്ടും ഒന്നായിപ്പോയി. മഹാനവറുകളെ അവിടുത്തെ കുടുംബക്കാർ വന്ന് ഒരു തുണിക്കഷ്ണം, ഒരു ശീല അത് വിരിച്ച് അതിലേക്ക് കിടത്തി അത് കൂട്ടിപ്പിടിച്ചാണ് കൊണ്ടുപോയത്. ഒരു മനുഷ്യനെങ്ങനെ നമ്മൾ വീണ് കഴിഞ്ഞാൽ 2 തോളും ആക്കിയിട്ടൊക്കെ പിടിക്കാറുണ്ട്. പക്ഷെ അങ്ങനെ പിടിക്കണമെങ്കിൽ ഒരു ആരോഗ്യം വേണമല്ലോ. ആ ആരോഗ്യം പോലും മഹാനവറുകൾക്ക് നഷ്ടമായി. ചരിത്രത്തിന് ഇനിയും ബാക്കിയുണ്ട്. സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു അതുപോലെ ബാക്കിയുള്ളവരൊക്കെ ആയിട്ട് നടന്ന ചരിത്രങ്ങൾ, അവിടുത്തെ ഉമ്മ ഇസ്ലാമിലോട്ട് വരുന്നതുമായി ബന്ധപ്പെട്ട കഥകളൊക്കെ, ചരിത്രങ്ങളൊക്കെ ഇതിലുണ്ട്. നമ്മുടെ വിഷയം അതല്ലാത്തത് കൊണ്ട് ഞാൻ അതിലേക്ക് പോവുകയല്ല. ഞാൻ പറഞ്ഞത് സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ ഈമാൻ എത്രത്തോളാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഒഴുക്കിനനുസരിച്ച് കൊണ്ട് നീന്താൻ ആർക്കും പറ്റും. ഒഴുക്കിനെതിരെ നീന്തുക എന്ന് പറയുന്നത് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. സാഹചര്യങ്ങളൊക്കെ അനുകൂലമായിരിക്കുന്നൊരു സമയത്ത് അല്ല നമ്മൾ ഇസ്ലാമിൻ്റെ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ജീവിക്കേണ്ടത്. മറിച്ച് സാഹചര്യങ്ങൾ അനുകൂലമാണെങ്കിലും സാഹചര്യങ്ങൾ പ്രതികൂലമാണെങ്കിലും ഇസ്ലാം എന്താണോ മുന്നോട്ട് വയ്ക്കുന്നതെങ്കിൽ ആ മുന്നോട്ട് വയ്ക്കുന്ന എല്ലാ കാഴ്ചപ്പാടുകളെയും അതേ രൂപത്തിൽ വിശ്വസിച്ച് പോകുമ്പോഴാണ് നമ്മൾ പരിപൂർണ്ണ മുഅ്മിനാകുന്നത്. ആക്രമണം കിട്ടും എന്നുറപ്പാണ്, ഇവരെല്ലാവരും എതിർക്കും എന്നുറപ്പാണ്. എന്നിട്ട് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പതറാതെ വരും വരായികളെക്കുറിച്ച് ചിന്തിക്കാനിട്ടല്ല, അതൊക്കെ അറിയാം, എന്നിട്ട് പോലും ദീനിനെ ഉയർത്തി പറഞ്ഞു. ആ മുഅ്മിനീങ്ങൾക്കാണ് വിജയമുള്ളത്. വർത്തമാന കാലത്തിൽ ഒരുപാട് മോശപ്പെട്ട കാര്യങ്ങളുണ്ട്. ഇതൊക്കെ ഉണ്ടാകുമ്പോഴും നമ്മുടെ ദീന് ഏറ്റവും മനോഹരമായതാണ് എന്ന് പറയാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. മനോഹരം എന്നുള്ളതല്ല, നമ്മുടെ ദീൻ അതിമനോഹരമായ ദീനാണ്. ആ ദീനിൻ്റെ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ആ ദീനിനെ എത്രത്തോളം നമുക്ക് മുറുകെ പിടിച്ച് അതിനെ പബ്ലിസിറ്റി ചെയ്യാൻ പറ്റുന്നുണ്ടോ, മറ്റൊരാളുടെ മുന്നിൽ പ്രൊജക്റ്റ് ചെയ്തുകൊണ്ട് അതിൻ്റെ അഭിമാനത്തെ കാണിക്കാൻ പറ്റുന്നുണ്ടോ, അത്രത്തോളം നമ്മളത് ചെയ്യേണ്ടതുണ്ട്.
ഇസ്ലാം വളരെ മനോഹരമാണ്, എല്ലാവരെയും ഉൾക്കൊള്ളുന്ന മതമാണ്. കുരിശിൻ്റെ പേരിൽ ഒരാളെയും ഇസ്ലാം മാറ്റി നിർത്തുന്നില്ല. പൊട്ടുതൊട്ടതിൻ്റെ പേരിൽ ഒരാളെയും ഇസ്ലാം മാറ്റി നിർത്തിയ ചരിത്രവുമില്ല. നിങ്ങൾ ആലോചിച്ച് നോക്ക്, മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പരിശുദ്ധ ഇസ്ലാമുമായിട്ട് വന്നപ്പോൾ ആദ്യകാലത്ത് ഇസ്ലാമിലേക്ക് ഓടിയെത്തിയതിൽ കൂടുതലും അടിമകളായിരുന്നു. കാരണം പീഡനം അനുഭവിച്ചിരുന്ന അടിമകൾക്ക് വലിയ മോചനം ലഭിച്ചത് പരിശുദ്ധ ഇസ്ലാം വന്നതോടുകൂടിയാണ്. അവർക്ക് പരിഗണന കിട്ടി. മഹാനായ സയ്യിദ് ബിലാൽ റളിയല്ലാഹു തആല അൻഹുവിനെ പിൽക്കാലത്ത് സയ്യിദുന ബിലാൽ, ഞങ്ങളുടെ നേതാവായ ബിലാലെ എന്ന് വിളിക്കുന്ന രൂപത്തിലേക്ക് അടിമകളുടെ ജീവിത നിലവാരത്തെ ഉയർത്തിയത് പരിശുദ്ധമായ ഇസ്ലാമായിരുന്നു. കേരളത്തിലേക്ക് ഇസ്ലാം വന്ന സമയത്ത് നിങ്ങൾ ആലോചിച്ച് നോക്ക്, കേരളക്കാർ 2 കരങ്ങളും നീട്ടിയിട്ടാണ് ഇസ്ലാമിനെ സ്വീകരിച്ചത്. അന്ന് മാറുമറക്കാൻ ചില സ്ത്രീകൾക്ക് അവകാശമില്ല. അവിടെയാണ് ഇസ്ലാം സ്ത്രീകൾക്കെല്ലാം മറക്കാം എന്നുള്ള അവകാശം കൊടുക്കുന്നത്. ചില വഴികളിലൂടെ, ആരാധനാലയങ്ങളുടെ വഴികളിൽ താഴ്ന്ന ജാതിക്കാർക്ക് നടക്കാൻ പറ്റില്ല. ജാതീയത, വർഗീയത, മതത്തിൻ്റെ പേരിലുള്ള വിദ്വേഷങ്ങൾ, ഇതെല്ലാം ഉള്ള സമയത്ത് ഇതൊന്നുമില്ല. കറുത്തവനെന്നോ വെളുത്തവനെന്നോ വേർതിരിവില്ല, സവർണനെന്നോ അവർണനെന്നോ എന്നുള്ള വേർതിരിവില്ല. ആകെ നിങ്ങൾക്കിടയിൽ ശ്രേഷ്ഠൻ എന്നതും ശ്രേഷ്ഠതയില്ലാത്ത ആളും എന്നുള്ള വേർതിരിവ് വരുന്നത് നിങ്ങൾ ചെയ്യുന്ന സൽക്കർമ്മങ്ങളെ കൊണ്ട് മാത്രമാണ് എന്ന് പഠിപ്പിക്കുന്ന അതിമനോഹരമായ മതമാണ് ഇസ്ലാം. അതുകൊണ്ടാണ് ഇസ്ലാമിൻ്റെ പേരിലുള്ള ഒരു സ്ഥാപനങ്ങളിലും അല്ലെങ്കിൽ ഇസ്ലാം മുന്നോട്ട് വയ്ക്കുന്ന ഒരു സ്ഥലങ്ങളിലും മതത്തിൻ്റെ പേര് പറഞ്ഞ ഒരാളെ മാറ്റി നിർത്താത്തത്. എന്നാൽ മാറ്റി നിർത്തേണ്ടവരെ മാറ്റി നിർത്താറുണ്ട്. ഭീകരവാദികളെ, തീവ്രവാദികളെ, അവാന്തര വിഭാഗങ്ങളെ മാറ്റി നിർത്താറുണ്ട്. പക്ഷേ ചരിത്രത്തിൽ എവിടെയും കുരിശു തൊട്ടവനെ മാറ്റി നിർത്തിയിട്ടില്ല. ശിരോവസ്ത്രം ധരിച്ചു വരുന്ന കന്യാസ്ത്രീയെ ഇസ്ലാം മാറ്റി നിർത്തിയിട്ടില്ല. ശബരിമലക്ക് പോകുന്നതിന് വേണ്ടി ആ കറുത്ത വസ്ത്രം ധരിച്ചു വരുന്ന ആളുകളെ, അവരെ ഇസ്ലാം മാറ്റി നിർത്തിയിട്ടില്ല. അപ്പോൾ ഇസ്ലാം എന്ന് പറയുന്നത് സുന്ദരാണ്, എല്ലാവരെയും ഉൾക്കൊള്ളുന്ന അതിമനോഹരമായ അതിമഹത്തായതായ ഒരു സംസ്കാരം, ഒരു ജീവിത ശൈലി, ഒരു ജീവിത ചുറ്റുപാട്. ഇതിൻ്റെ എല്ലാം പേരാണ് പരിശുദ്ധമായ ഇസ്ലാം എന്ന് പറയുന്നത്. അതുകൊണ്ട് ഇസ്ലാം അഭിമാനമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ആ ഇസ്ലാമിനെ മുന്നോട്ട് നയിക്കാൻ നമുക്ക് കഴിയണം.